Good morning, opening hours with my friend ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സുരജ് സർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ഇന്നൊരു മന്ത്ലി എക്സ്പയറി ഡേ ആണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു മിനിറ്റിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 24,600 എന്നുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇനി പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് വരുന്ന സമയത്ത് PSU ബാങ്ക് ഇൻഡെക്സ് ഇന്നും 1% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ 1% മെറ്റൽ ഇൻഡെക്സിൽ നമുക്ക് നേട്ടം കാണുന്നു. ബാങ്ക് നിഫ്റ്റി നേട്ടത്തിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 200-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. സർ, നമ്മൾ മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള 8 കോൺസിക്യൂട്ടീവ് സെഷനുകളിൽ ഒരു നെഗറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഈ ഒരു ഇടിവിനെ സാർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കേണ്ടത് എന്തൊക്കെയാണ്? ജാസ്മിൻ, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ US ഹാൻഡ് ഓവർ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പൊതുവെയുള്ള ഇന്നത്തെ പ്രത്യേകിച്ചുള്ള ഇന്നത്തെയുള്ള ന്യൂസുകൾ നമ്മളൊന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ നിഫ്റ്റി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ദലാൽ സ്ട്രീറ്റിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു ട്രേഡ് സെറ്റപ്പ് ഞാൻ നോക്കുമ്പോൾ ഇത് വ്യക്തിപരമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടോ കരുതാതിരിക്കുക. ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ ലൈറ്റാണ്. അതായത് അതിൻ്റെ ഹെവിനെസ് ഒക്കെ ഒന്ന് മാറി എന്നുള്ള. ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ ഒക്കെ ഞാൻ നോക്കാൻ നേരത്ത് ഏതാണ്ട് 0.7 ടൈംസ് ആണ് PCR അല്ലെങ്കിൽ പുട്ട് കോൾ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്ന് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ മാനസികമായിട്ട് എൻ്റെ ഒരു മെൻ്റൽ സെറ്റപ്പാണ്, ഒരു മെൻ്റൽ ട്രേഡ് സെറ്റപ്പാണ്. ഞാനൊരു കോഷ്യസ് ഓപ്റ്റിമിസത്തിൽ നിന്ന് മാറി ഒരു ഓപ്റ്റിമിസം ലെവലിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം. ഐ ഫീൽ ദാറ്റ് ഐ ആം മോർ കംഫർട്ടബിൾ ഇൻ മാർക്കറ്റ്. ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആരും ഞാൻ പറയുന്ന വാക്ക് കേട്ട് മുന്നോട്ട് പോകരുതെന്നാണ്. കോഷ്യസ് ഓപ്റ്റിമിസം മാറ്റി ഒരു ഓപ്റ്റിമിസത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ലോങ് പിടിക്കാൻ പറ്റിയ മാർക്കറ്റാണെന്ന് ഞാൻ പറയില്ല. അതായത് ഇവിടുന്ന് നല്ല രീതിയിൽ ഒരു റാലി ഉണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് ഇനി ഇവിടുന്ന് ഷോർട്ട്, അതായത് താഴേക്ക് കളിക്കുന്നവർ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. കാര്യം ബാക്കിയുള്ള നമ്മൾ പറഞ്ഞിരുന്നു, ഒരു 1.5 ആഴ്ച 2 ആഴ്ച മുമ്പേ പറഞ്ഞിരുന്നു, മാർക്കറ്റ് നന്നായിട്ട് കയറിയതിന് ശേഷം ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നത് മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ വന്നാലും സർപ്രൈസ്ഡ് അല്ല. മാർക്കറ്റിന് ആ ചെറിയൊരു കറക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും മാർക്കറ്റിൽ കാണുന്നു എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇനി മുകളിലോട്ട് കയറും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തരുന്നില്ലെങ്കിൽ പോലും ഇനി താഴോട്ട് അധികം ഇല്ല എന്ന് കാണിക്കുന്ന പോലെ കാണപ്പെടുന്നു. ഞാൻ ചിലപ്പോൾ തെറ്റിയേക്കാം, എൻ്റെ വാക്കുകൾ എടുക്കുക വേണ്ട, ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ബട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെ ഒരു OMC കമ്പനിയാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ അവതരിപ്പിച്ചത്. ഇന്നലെ OMC എസ്പെഷ്യലി BPCയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അവിടെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് കാണുന്നു. ഇത് വീണ്ടും കാണുന്നു എന്ന് മാത്രമല്ല, കയറുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് കയറിയില്ലല്ലോ എന്ന് ചോദിക്കരുത്. കാര്യം വെച്ചാൽ നമുക്കത് പറയാനുള്ള അധികാരമില്ല. അത് മാത്രമല്ല നമുക്ക് അറിയത്തൂല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ശരിയാവുകയാണെങ്കിൽ ഞങ്ങൾ ലക്കി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഫൂൾ ആയതുകൊണ്ടാണ് എന്നുള്ള മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് കുറച്ച് സ്ട്രെങ്ത് കാണുന്ന സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. രണ്ടാമത് ലീവ് അലോൺ ലാർജ് ക്യാപ്പ് IT കമ്പനീസ്. നമ്മുടെ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ മിഡ് ക്യാപ്പ് ലെവൽ Tier 2 IT കമ്പനീസിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരു ഓപ്റ്റിമിസം അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രീ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നു എന്നുള്ളൊരു ജാസ്മിൻ. പിന്നെ നമ്മൾ US മാർക്കറ്റിലെ ഹാൻഡ് ഓവർ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് US ഈസ് ഹെഡിങ് ഫോർ എ ഷട്ട് ഡൗൺ. ഓക്കെ, ഇപ്പോൾ JD വാൻസ്, വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഒരു ചെറിയൊരു പ്രസ് മീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ മിക്കവാറും അദ്ദേഹം പറയുന്നത് ഒരു ഷട്ട് ഡൗണിലേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട്. ബൈ വെനസ്ഡേ ആയിരിക്കാം അത് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിത് പറഞ്ഞു. അതായത് നമ്മുടെ US-ന്റെ ഫിസ്ക്കൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് October 1 മുതൽ September 30 വരെ എന്നുള്ള കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഇനി കോൺഗ്രസ് അവരുടെ സ്പെൻഡിങ് ബിൽസ് ക്ലിയർ ചെയ്താൽ മാത്രമേ ഗവൺമെന്റിന് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻസ് പറഞ്ഞാൽ നമ്മുടെ ട്രംപ് പ്രതിനിധീകരിക്കുന്ന സൈഡ്, റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ആ ഒരു ബില്ല് പാസ്സാക്കുന്നതിൽ, അതായത് സ്പെൻഡിങ് ബില്ല് പാസ്സാക്കുന്നതിൽ ഒരു എഗ്രിമെന്റിൽ റീച്ച് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ലാസ്റ്റ് മിനിറ്റിൽ ഇവർ എഗ്രിമെന്റിൽ എത്തുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഷട്ട് ഡൗണിന് സമയമുണ്ട്. അതിന് മുമ്പായിട്ടൊരു മിറക്കിൾ സംഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് റിപ്പബ്ലിക്കൻസിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ
ബോത്ത് ചേംബേഴ്സ് ഓഫ് US കോൺഗ്രസ്, നമ്മുടെ ഇവിടെ ലോക്സഭ രാജ്യസഭ എന്ന് പറയും പോലെ അത്രയ്ക്ക് സെയിം ഇക്വലൻ്റ് അല്ല, ഈ പറയുന്ന പോലെ ബോത്ത് ചേംബർ US കോൺഗ്രസിൻ്റെ 2 ചേംബറിലും മെജോറിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസിൻ്റെ കയ്യിലാണെങ്കിൽ പോലും ഈ അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ സെനറ്റിൽ ഒരു 60 വോട്ടിന്റെ കുറവ് റിപ്പബ്ലിക്കൻസിനുണ്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു സോർ പോയിന്റ്. എന്നാൽ ഈ സ്പെൻഡിങ് ബില്ല് ഓക്കെ ആക്കുന്നതിന് എന്തുകൊണ്ട് ഡെമോക്രാറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെമോക്രാറ്റ്സിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതായത് കുറച്ച് നാൾ മുമ്പ് റിപ്പബ്ലിക്കൻസ്, അതായത് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻസ് ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു. ആ ബില്ല് പറയുന്നത്, ആ ബിൽ ലിറ്ററലി മേക്സ് US ഹെൽത്ത് കെയർ കോസ്റ്റ്ലി ഫോർ US സിറ്റിസൺസ്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള കുറേ ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുക, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം കോസ്റ്റ്ലി ആവുന്ന രീതിയിലേക്കുള്ള ഒരു ബില്ല് റിപ്പബ്ലിക്കൻസ് കൊണ്ടുവന്നിരുന്നു. ഡെമോക്രാറ്റ്സ് പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾ തിരിച്ചു വലിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തിൽ നീക്കുപോക്കാവാതെ ഞങ്ങൾ ഈ കാര്യം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അപ്പർ ഹൗസിൽ, അതായത് സെനറ്റിൽ 60 വോട്ടിൻ്റെ കുറവുണ്ട്. അതാണ് ഈ പ്രശ്നം വരുന്നതെന്നുള്ള. അപ്പോൾ ഒരു ലോവർ ചേംബറിൽ ശരിക്കും പറഞ്ഞ ഒരു ടെമ്പററി ബില്ല് പാസ്സായി. പക്ഷേ എന്നാലും അത് സെനറ്റ് പാസ്സാവാതെ ഇത് സ്പെൻഡിങ് ബില്ല് കടന്നു പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ October 1 എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. അപ്പോൾ ഒരു ഷട്ട് ഡൗൺ വരികയാണെങ്കിൽ ഒരു 7-8 കൊല്ലത്തിനുള്ളിൽ ആദ്യമായിട്ട് വരുന്ന ഷട്ട് ഡൗൺ ആണ്. നമ്മൾ പറയുകയും ചെയ്തു 2018 ലാസ്റ്റ് വന്നത്. ഏതാണ്ട് നമ്മളുടെ ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 14 പ്രാവശ്യം അങ്ങോട്ട് ഷട്ട് ഡൗൺ വന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ 15ാമത്തെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ എസെൻഷ്യൽ സർവീസസിന് മാത്രമേ പേയ്മെന്റ് നടക്കുള്ളൂ. നോൺ എസെൻഷ്യൽ ഐറ്റംസ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ നാഷണൽ മ്യൂസിയംസ്, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡിങ് ഭയങ്കരമായിട്ട് കുറയും. എസെൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി, മിലിറ്ററി, എയർ ട്രാഫിക് കൺട്രോൾ, അതായത് ഒരു എക്കണോമിക്ക് ഒരു രാജ്യത്തിന് നിർത്താൻ പറ്റാത്ത കാര്യങ്ങൾക്ക് സ്പെൻഡിങ് വരും, അല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു കുറവ് വരും എന്നുള്ള. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ട്രംപ് ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം 2017-18 എങ്ങാണ്ട് ഒരു ഷട്ട് ഡൗൺ വരുന്നതെന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ ട്രംപും അന്നത്തെ ട്രംപും, അല്ലെങ്കിൽ അൺലൈക്ക് അതർ ടൈംസ്, ഇപ്രാവശ്യം ഒരു വ്യത്യാസം വെച്ചാൽ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സപ്പോസ് ഈ പറയുന്ന പോലെ ഷട്ട് ഡൗൺ വരികയാണെങ്കിൽ, ഈ ഷട്ട് ഡൗൺ വരുമ്പോൾ ഒരുപാട് പേരുടെ ജോലി പോകുമല്ലോ ടെമ്പററി. ആ ടെമ്പററി പോകുന്ന ജോലിയിൽ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ജോലിയാണെങ്കിൽ ഞങ്ങൾ പിന്നെ അവരെ തിരിച്ചെടുക്കില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് പറഞ്ഞു. അതായത് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റ്, OMB എന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് ഉണ്ട്. OMB എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് US-ലുണ്ട്. അവിടേക്ക് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ജോലികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് വയ്ക്കുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രസിഡന്റ് ട്രംപിന് പ്രയോറിറ്റി അല്ലാത്ത സെക്ടർ, അല്ലാത്ത കാര്യങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജോലിയിൽ വർക്ക് ചെയ്യുന്നവർ ഈ ഷട്ട് ഡൗൺ കാരണം ടെമ്പററി അവർക്ക് ജോലി പോവുകയാണെങ്കിൽ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം സംശയമാണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇൻഡയറക്ട്ലി അത് എന്താ പറയുക, റിപ്പബ്ലിക്കൻസ് ഡെമോക്രാറ്റ്സിന്റെ കോർട്ടിലും കൂടെ ബോൾ ഇടുന്നു. കാര്യം നിങ്ങൾ ഇത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് ജോലി പോകുന്നുള്ള ഒരു പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റ്സും കൂടെ അതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് വെച്ചാൽ ഷട്ട് ഡൗൺ വരികയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് പുറത്തേക്ക് വരില്ല. ലൈക്ക് ഈ പറയുന്ന പോലെ ജോബ് ഡേറ്റ വരില്ല, അല്ലെങ്കിൽ GDP ഡേറ്റ വരില്ല, ലേബർ ഡേറ്റ, ഈ വക ഡേറ്റാസ് ഒന്നും പുറത്തോട്ട് വരാനുള്ള, അതായത് ഗവൺമെന്റ് കമ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള പല ഡേറ്റാസും പുറത്തോട്ട് വരില്ല. കാര്യം അറിയോ, അവർക്കൊന്നും പിന്നെ സാലറി കൊടുക്കൂല. അപ്പോൾ അവരൊന്നും വരില്ല, അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ നെഗറ്റീവ്. അല്ലാതെ വലിയ മെറ്റീരിയൽ ഇമ്പാക്റ്റ് ഒന്നും ശരിക്കും പറഞ്ഞാൽ US സ്റ്റോക്ക് മാർക്കറ്റിനെ സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ചില സെക്ടറുകൾ, അതായത് ഹെൽത്ത് കെയർ, ഡിഫൻസ്, എയ്റോസ്പേസ് പോലെയുള്ള സെക്ടർക്ക് ചെറിയൊരു ഇമ്പാക്റ്റ് വന്നേക്കാം. ഇത് നമുക്കറിയില്ല, നമ്മൾ ഏർലി ഡേയ്സ് ആണ്. ഇനി ഒരു ലാസ്റ്റ് മിനിറ്റ് മിറക്കിൾ വന്നിട്ട് ഈ ഷട്ട് ഡൗൺ അവോയ്ഡ് ചെയ്യുമെന്നുള്ള കാര്യം കൂടെ നമുക്കറിയില്ല എന്നുള്ള. പിന്നെ ആസ് യൂഷ്വൽ നമുക്കറിയാലോ, രാജ്യങ്ങൾ തമ്മിലുള്ള ടാരിഫ്, അതായത് US-ഉം മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ടാരിഫ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ബോർഡ് ഓഫ് കണ്ടൻഷൻ. എങ്കിലും അടുത്ത കാലത്ത് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനും ഫർണിച്ചറിനും ഒക്കെ വച്ചതോടുകൂടി സെക്ടറൽ ടാരിഫിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇന്നലെ വന്ന ഒരു ന്യൂസ് വളരെ ആശ്ചര്യം. ശരിക്കും ഇത് ആക്ച്വലി April, May ഇതിനു മുമ്പേ ഒരു ഹിൻ്റൊക്കെ വന്നിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, ട്രംപ് പറയുന്ന പുതിയ ടാരിഫ് ഓൺ എ പെർട്ടിക്കുലർ സെക്ടർ, എന്ത് സെക്ടറാണ്, എന്റർടൈൻമെന്റ് ആൻഡ് മൂവി സെക്ടറിലാണ് പറയുന്നത്. 100% ടാരിഫ് ഓൺ ഓൾ മൂവീസ് ദാറ്റ് ആർ മെയ്ഡ് ഔട്ട്സൈഡ് US. അതായത് അതിൽ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ ഹോളിവുഡ് സിനിമകൾ പുറത്തു നിർമ്മിച്ചാലും വേറെ ഏത് സിനിമകൾ പുറത്തു നിർമ്മിച്ചാലും അത് US-ൽ വരുമ്പോൾ 100% ടാരിഫ് വരും എന്നുള്ള പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇത് രസമായിട്ട് വരുന്നത്. അതായത് ഞാൻ കോട്ട്, അവർ മൂവി മേക്കിംഗ് ബിസിനസ് ഹാസ് ബീൻ സ്റ്റോളൻ ഫ്രം ദ USA by other countries. Stolen from USA by other countries, just like stealing a candy from a baby.
ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് അടിച്ചു മാറ്റും പോലെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ മൂവി ഇൻഡസ്ട്രിയെ മറ്റുള്ള രാജ്യങ്ങൾ അടിച്ചു മാറ്റിയത് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ US-ൽ നിന്ന് കിട്ടുന്നത്, നമുക്കറിയാലോ ഒരുപാട് മൂവീസ് US-ൽ റിലീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മലയാളം മൂവീസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ US റവന്യൂസിൻ്റെ 30 to 40% വരെ ഒരു ഹിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എസ്റ്റിമേറ്റ്സ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹിറ്റ് വരാവുന്ന ലാംഗ്വേജ് ശരിക്കും പറഞ്ഞാൽ മലയാളം ഒന്നുമല്ല, തെലുങ്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് എന്നുള്ള കാര്യം. ഒരുപാട് തെലുങ്ക് ആൻഡ് ആന്ധ്ര പോപ്പുലേഷൻ US-ൽ ഉണ്ട്, പ്രത്യേകിച്ച് ഈ IT മേഖലകളിൽ നിന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പിന്നെ രണ്ടാമത് വരുന്നത് നല്ലൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി പഞ്ചാബിൽ നിന്ന്. അപ്പോൾ തെലുങ്ക് പഞ്ചാബ് മൂവീസാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് വരാൻ പോകുന്നതെന്നുള്ള. ഇപ്പോൾ നമ്മൾ ഒരു ബോളിവുഡിൻ്റെ ഇതൊക്കെ ഒരു എന്താ ബാക്ക് ഓഫ് ദി ഓൺവലപ്പ് കാൽക്കുലേഷനാണ്. നമുക്കിതിന് എക്സാക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബോളിവുഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മൂവിക്ക് മാത്രം ഏതാണ്ട് 40 തൊട്ട് 60 കോടി നഷ്ടം വന്നേക്കാം, ഒരു ഇമ്പാക്റ്റ് വന്നേക്കാം ഈ ഒരു റൂള് കാരണം എന്നാണ്. അതായത് 2024 ഞാൻ കണക്ക് നോക്കാൻ നേരത്ത് അതായത് US-ൽ നിന്നുള്ള ടോട്ടൽ ബോക്സ് ഓഫീസിൻ്റെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ മൂവീസിൻ്റെ ടോട്ടൽ ബോക്സ് ഓഫീസ് കോൺട്രിബ്യൂഷന് US-ൽ നിന്ന് വരുന്നത് ഏതാണ്ട് 600 തൊട്ട് 800 കോടിയാണ്. അതായത് നമ്മുടെ 5 to 7% ഓഫ് ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് US-ൽ നിന്ന് വരുന്നതാണ്. 600 to 800 crores. ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ എമൗണ്ട്, ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി ഈ ടാരിഫ് എന്ന് പറഞ്ഞാൽ ഈ ടാരിഫിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന എന്താ, ടിക്കറ്റ് റേറ്റ് കൂട്ടിയേക്കാം അല്ലേ. ടിക്കറ്റ് റേറ്റ് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ ഫുഡ് ഫോൾസ് ഭയങ്കരമായിട്ട് കുറയും. അത് നമ്മുടെ ഇന്ത്യൻ മൂവിക്ക് അത് നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ്സ് കണ്ടിന്യൂസ് ടു എൻഡ് ഹയർ, അത് വളരെ സ്ട്രെങ്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നുള്ള. ഡൗ ജോൺസ് 0.15% അപ്പാണ്, നാസ്ഡാക്ക് 0.48% അപ്പായിരുന്നു, S&P 500 0.26% അപ്പായിരുന്നു എന്നുള്ള. അപ്പോൾ ജോബ് ഡേറ്റാസിന് മുമ്പായിട്ട് US ട്രഷറിയിൽ ഒരു ചെറിയൊരു ഡിപ്പ് നമ്മൾ കാണുന്നുണ്ട്. US 10-year ബോണ്ട് ഈൽഡ് അല്ലെങ്കിൽ ട്രഷറി ഈൽഡ് ഏതാണ്ട് 4.14% ആയിട്ട് തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓയിൽ പ്രൈസസ് നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം OPEC പ്ലസ് വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടാൻ തീരുമാനിച്ചിരിക്കും. അതുകൊണ്ട് മാർക്കറ്റിലേക്ക് കൂടുതൽ ഓയിൽ വരും എന്നുള്ള സാധ്യതയാൽ തന്നെ ഏതാണ്ട് $67 പെർ ബാരലാണ് നമ്മുടെ ബ്രെന്റ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് ആണെങ്കിൽ -0.24% താന്ന് 98-ൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും ഹാൻഡ് ഓവർ വെച്ചിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കണേ എന്നുള്ള. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ന് വന്ന ഏറ്റവും വലിയ ന്യൂസും വളരെ രസകരമായിട്ടുള്ള ന്യൂസും US-ലെ ഗോൾഡ് റിസർവ് ആണ്. US-ലെ ഗോൾഡ് റിസർവ് ഹിറ്റ്സ് $1 trillion ഇൻ വാല്യൂ. അതായത് വാല്യൂ കൊണ്ട് $1 1 trillion ആയിരിക്കുന്നു എന്നുള്ള. ആഫ്റ്റർ വാട്ട്, എന്തുകൊണ്ടാണ് അത് വന്നത്? കാരണം ഗോൾഡ് പ്രൈസസ് 3,824.5 പെർ ഔൺസ് അല്ലെങ്കിൽ ട്രോയ് ഔൺസ് എന്ന ലെവലിലേക്ക് വന്നത് കാരണം അവരുടെ US-ന്റെ ഗോൾഡ് റിസർവ്സ് $1 trillion ആയിരിക്കുന്നു അല്ലെങ്കിൽ കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് എന്നുള്ളത്. ഓൾ ടൈം ഹൈ ആണ്. അതായത് ട്രോയ് ഔൺസിന് $3,867 വരെ എത്തിയിട്ടുണ്ട്. 824 കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടുന്ന് 64-ലേക്ക് വന്നു, 864-ലേക്ക് വന്നു അല്ലേ. ഈ US-ന്റെ ഗോൾഡിന്റെ പ്രത്യേകത എന്നറിയോ? അൺലൈക്ക് അതർ കൺട്രീസ്, നമ്മുടെ ഇവിടെയൊക്കെ ഗോൾഡ് മാനേജ് ചെയ്യുന്നത് ആരാ? നമ്മുടെ ഇവിടെ ഗോൾഡ് മാനേജ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ആരുടെ ബാലൻസ് ഷീറ്റിലാണ്, ആരുടെ കണക്കിലാണ് ഇത് വരുന്നത്? റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ കീഴിലാണ് വരുന്നത്. ഇന്ത്യ മാത്രമല്ല, ഇറ്റലി പോലത്തെ രാജ്യങ്ങൾ, ജർമ്മനി പോലത്തെ രാജ്യങ്ങൾ, നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളിലും ഗോൾഡിന്റെ കണക്കും അതിന്റെ മാനേജ്മെന്റും RBIയുടെ സെൻട്രൽ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിലാണ്. എന്നാൽ അങ്ങനെയല്ല അമേരിക്കയിൽ. അമേരിക്കയിൽ നേരെ ഡിഫറൻ്റ് ആണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ച് കാര്യങ്ങൾ വളരെ ഡിഫറൻ്റ് ആണെന്നുള്ള. അപ്പോൾ നമ്മുടെ ഇവിടെ വളരെ സിമ്പിളാണ്. RBIയുടെ ബാലൻസ് ഷീറ്റിലാണ് നമ്മുടെ ഇവിടെ പറയപ്പെടുന്ന പല ഡേറ്റാസ് ഉണ്ട്. 822 ടൺസ് ഓഫ് ഗോൾഡ് എന്നാണ് പറയുന്നത്. 822 ടൺസ് ഓഫ് ഗോൾഡ് സിംപ്ലി ഓൺ ടു ദ RBI ബാലൻസ് ഷീറ്റ്. അവിടെ ഒരു കൺഫ്യൂഷനേ ഇല്ല എന്നുള്ള. ബട്ട് US-ന്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അതായത് 1934 എന്നുള്ളത് അവിടുത്തെ US മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ US എക്കണോമിയുടെ ഗോൾഡിൻ്റെ ചരിത്രത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്നുള്ളത്. 1934 എന്ത് സംഭവിച്ചു? ഫെഡ് റിസർവ് ആൻഡ് ബാങ്ക്, അതായത് 1934 മുമ്പ് വരെ ഈ ഗോൾഡ് ഹോൾഡ് ചെയ്തിരുന്നത് ഫെഡറൽ റിസർവ്സും ബാങ്കുകളുമാണ്. നമ്മുടെ ഇവിടുത്തെ RBI പോലെ തന്നെയായിരുന്നു 1934 മുമ്പേ അവിടെ ഗോൾഡ് ഹോൾഡ് ചെയ്തിരുന്നത്. ബട്ട് 1934 ഗോൾഡ് റിസർവ് ആക്ട് വന്നു. ഈ ഗോൾഡ് റിസർവ് ആക്ട് വന്നതോടുകൂടി ഗോൾഡ്
ഈ ഫെഡിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ബാങ്കുകളുടെ കയ്യിൽ നിന്നും മാറ്റിയിട്ട് US ഗവൺമെൻറ് അല്ലെങ്കിൽ US ട്രഷറിയുടെ കീഴിലേക്ക് ആക്കി. അപ്പോൾ അവിടെ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നത് ഏതാണ്ട് ഗവൺമെൻറ്റാണ്, US ട്രഷറി ആണെന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കണക്കുകളുണ്ട്. അതായത് ഗോൾഡിൻ്റെ ഒരു ടണ്ണേജ് വൈസ് കണക്കാണെങ്കിൽ 8,133 ടൺസ് ഓഫ് ഗോൾഡ് ആണ് പറയുന്നത്. എന്നാൽ ട്രഷറി ഡേറ്റ കാണിക്കുന്നത് 261.5 മില്യൺ ഔൺസസ് ഓഫ് ഗോൾഡ് ഉണ്ടെന്നാണ്. എന്ത് വന്നാലും നമുക്കറിയാം അതൊരു സബ്സ്റ്റാൻഷ്യൽ ചങ്ക് ഓഫ് ഗോൾഡ് ആണ് US-ൻ്റെ അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അറിയോ? അതായത് കെൻടക്കിയിൽ ഫോർട്ട് നോക്സ് KNOX അവിടെയാണ്, അവിടുത്തെ വാൾട്ടുകളിലാണ് US ഗോൾഡ് മെയിൻലി സൂക്ഷിക്കുന്നത് എന്നുള്ള. പിന്നെ ഡെൻവർ മിൻറ്റ് അവിടെയും സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ വെസ്റ്റ് ബുള്ളിയൻ ഡെപ്പോസിറ്ററി, അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് ഇവർ ഗോൾഡ് സ്റ്റോർ ചെയ്തേക്കണമെന്നുള്ള. കുറച്ചു ഭാഗം മാത്രം ന്യൂയോർക്ക് മാൻഹട്ടനിൽ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 24 മീറ്റർ താഴെ 80 ഫീറ്റ് വാൾട്ടിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഇത് ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക് മാൻഹട്ടനിലും ബാക്കി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫോർട്ട് നോക്സിലും പിന്നെ ഡെൻവർ മിൻറ്റിലും പിന്നെ വെസ്റ്റ് ബുള്ളിയൻ ഡെപ്പോസിറ്ററിയിലുമാണ് സൂക്ഷിക്കുന്നതെന്നുള്ള. ഇങ്ങനെ അവർ യൂണിറ്റ്സ് ആയിട്ട് പല സ്ഥലത്തായിട്ട് സൂക്ഷിക്കണമെന്നറിയോ? ഒരു സേഫ്റ്റി കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്. പണ്ട് മുതലേ അവിടെ എന്ന് വെച്ചാൽ ഈ അറ്റ്ലാന്റിക് വഴി ഈ ഫോറിൻ കൺട്രീസിൻ്റെ ഒരു മിലിറ്ററി അറ്റാക്ക് വരികയാണെങ്കിൽ ഗോൾഡിനെ സേവ് ചെയ്ത് വെക്കണമല്ലോ. അങ്ങനത്തെ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ഫോർട്ട് നോക്സിൽ നമ്മൾ വാൾട്ടിൽ സൂക്ഷിക്കണതിൻ്റെ അവിടെ എനിക്കൊന്ന് US മിലിറ്ററി സ്കൂളൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു US-ൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയല്ല, US ട്രഷറി അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് ഗോൾഡ് ഓൺ ചെയ്യുന്നത്, ഫെഡറൽ റിസർവ് അല്ല ഗോൾഡ് ഓൺ ചെയ്യുന്നത്. ഇൻസ്റ്റഡ് എന്താണെന്നറിയോ? US ട്രഷറി ഇഷ്യൂസ് റെസീപ്റ്റ്സ് ടു ഫെഡ് റിസർവ്. അതായത് ഫെഡ് റിസർവ് നേരിട്ട് ഓൺ ചെയ്യില്ല ഗോൾഡ്, പകരം US ട്രഷറി അല്ലെങ്കിൽ US ഗവൺമെൻറ് ഈ ഗോൾഡ് വെച്ചിരിക്കുന്നതിന് അവരുടെ കയ്യിലാണല്ലോ ഗോൾഡ്, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിപ്റ്റുകളാണ് ശരിക്കും ഒരു IOU പോലെയാണ് റെസിപ്റ്റ് എന്ന്. ആ റെസിപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫെഡ് റിസർവിന് കൊടുക്കുന്നതെന്നുള്ള. അതായത് അതിൻ്റെ കാര്യം വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ US ട്രഷറി US ഗവൺമെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റിലാണ് ഈ പറയുന്ന പോലെ അസറ്റ് സൈഡിലാണ് US ഗവൺമെൻറ്റിൻ്റെ, അതായത് ഇപ്പോൾ US ഗവൺമെൻറ് ട്രഷറി റെസിപ്റ്റ് ഫെഡിന് കൊടുക്കുന്നു. ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റിലേക്ക് അത് വരുന്നു. US ഗവൺമെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ അത് വരും. മനസ്സിലായത്? അതായത് ഗവൺമെൻറ് റെസിപ്റ്റ് ഫെഡിന് ഇഷ്യൂ ചെയ്യുന്നു, ട്രഷറി റെസിപ്റ്റ് ഫെഡിന് ഇഷ്യൂ ചെയ്യുന്നു, ഗോൾഡ് കിടക്കുന്നത് ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസിൽ അതിലുള്ള എൻട്രി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഗോൾഡ് കിടക്കണം. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ RBIയുടെ ബാലൻസ് ഷീറ്റിലാണ് ഗോൾഡ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം അടുത്ത കാലത്ത് ഇതിന് രസകരമായിട്ടുള്ള കാര്യം എന്നറിയോ? ഈ ഗോൾഡ് വാല്യൂ ചെയ്തിരിക്കുന്നത് പഴയ ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ്. ആ ഹിസ്റ്റോറിക്കൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് ഉണ്ട്, $42.22 per ounce. പഴയ റേറ്റിനാണ് ഈ ഗോൾഡ് വാല്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ള. ആ വാല്യൂ ചെയ്തിരിക്കാൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ വാല്യൂ ചെയ്ത് ഇപ്പോഴത്തെ വാല്യൂവിൽ അത് വാല്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം വെച്ചാൽ US ഡോളേഴ്സിനെ ടൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പെഗ് ചെയ്തിരിക്കുന്നത് ഗോൾഡായിട്ടല്ല. അപ്പോൾ US ഡോളേഴ്സിന് ഗോൾഡായിട്ടുള്ള പെഗ്ഗിങ് പോയത് കാരണം നമ്മൾ അവർ US-കാർ പുതിയ റേറ്റിലേക്ക് അത് വാല്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ പെട്ടെന്ന് ഇതിനെ റീവാല്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രഷറിയുടെ ബാലൻസ് ഷീറ്റ് ഭയങ്കരമായിട്ട് ബലൂൺ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ റേറ്റായ $42.22 പെർ ഔൺസിലാണ് ഇത് വാല്യൂ ചെയ്ത് വയ്ക്കുന്നത് എന്നുള്ള. പിന്നെ ഇത് ആക്ച്വലി റീവാല്യൂ ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കുടുംബപരമായിട്ടുള്ളൊരു സ്വത്തുണ്ട്, നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലെവലിലേക്കാണ് കാര്യം നിൽക്കുന്നത്. അപ്പോൾ ഇവരത് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. കാര്യം റീവാല്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അവിടെ ഒരു സംസാരം വരും, ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് വരും. നമുക്ക് ഈ ഗോൾഡ് കംപ്ലീറ്റ് എടുത്ത് വിറ്റിട്ട് ഈ പറയുന്ന പോലെ എന്താ നമ്മുടെ കടമൊക്കെ US-ൻ്റെ കടമൊക്കെ തീർത്തൂടേ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും തീർക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇത് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ദ എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവർ ഇതുവരെ ആ ഗോൾഡ് അവരുടെ കയ്യിലിരിക്കുന്ന, അതായത് ട്രഷറി ഹോൾഡ് ചെയ്യുന്ന ഗോൾഡ്
പിന്നെ ഫെഡ് റെസിപ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഗോൾഡിൻ്റെ റീവാലുവേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള റീവാലുവേഷൻ കുഡ് ഗിവ് എ ലാർജർ ഇമ്പാക്ട് ടു ദ എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം തന്നെ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ അത് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ $990 ബില്യൺ ട്രഷറി കൊഫേഴ്സിലേക്ക് വരുമെന്നുള്ള അതൊരു ഭയങ്കര രീതിയിലുള്ള ഒരു ഇംബാലൻസ് ആണ് എന്നുള്ളതാണ്. അതായത് US-ൻ്റെ ബഡ്ജറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ $1.93 ട്രില്യൺ ആണ്. അതിൻ്റെ പകുതിയോളം വരും ഇത് ഈ റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള. അപ്പോൾ ഒരു ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ അവർ ഇതുവരെ റീവാല്യൂ ചെയ്തിട്ടില്ല. എന്നാൽ പല രാജ്യങ്ങളും ഇറ്റലി, ജർമ്മനി, സൗത്ത് ആഫ്രിക്കയൊക്കെ അവരുടെ ഗോൾഡ് റിസർവ്സ് റീവാല്യൂ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആയിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ള. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഗോൾഡിൻ്റെ കാര്യമൊക്കെ ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഒരു ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറഞ്ഞൊരു ഫിഗർ ഉണ്ട്. ഈ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റീവ് ഫിഗർ ആട്ടോ. ഇതൊരു എക്സാക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഈ പല ആംഗിളിൽ കൂടി ഒരു കാര്യം കാണുന്നു അല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് ഈ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ഗോൾഡ് കോസ്റ്റ് സെയിം ആസ് സെൻസെക്സ്. സെൻസെക്സിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് എത്ര ഗോൾഡ് വേണം എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു എക്സാക്ട് ഫിഗർ ഒന്നും അല്ല ഈ ഗോൾഡ് സെൻസെക്സ് റേഷ്യോ അല്ലെങ്കിൽ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇഫ് റേഷ്യോ ഗോസ് അപ്പ്, അതായത് 1 എന്ന് പറയുന്നത് ഒരു ബേസ് ആയിട്ട് എടുക്കുക, അതിൻ്റെ മുകളിലേക്ക് ഈ റേഷ്യോ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് ഈസ് റിലേറ്റീവ്ലി സ്ട്രെങ്തൻസ് എഗെയിൻസ്റ്റ് സെൻസെക്സ് എന്നാണ്. അതായത് ഗോൾഡ് സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ് 1ലേക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫിഗർ. എന്നാൽ 1ലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ ഇക്വിറ്റീസ് ആർ ഡൂയിങ് ബെറ്റർ ദാൻ ഗോൾഡ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ക്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ബേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിലേറ്റീവ് വാല്യുവേഷൻ, ഗോൾഡും സെൻസെക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമേ കൂട്ടുന്നുള്ളൂ. അവരുടെ വാല്യുവേഷനെ കണക്കിലെടുക്കുന്നില്ല. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, അടുപ്പം മാത്രമേ ഇതിനകത്ത് കണക്കാക്കുന്നുള്ള. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഗോൾഡിൻ്റെ വാല്യൂ 1 ലക്ഷമാണെന്ന് പറയുക പെർ 10 ഗ്രാം കേട്ടോ. 10 ഗ്രാമിന് 1 ലക്ഷമാണ് ഗോൾഡിൻ്റെ എന്ന് വിചാരിക്കുക. സെൻസെക്സ് 70,000 അതിൻ്റെ ലെവൽ എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1.43 ആണ്. 1.43 ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ 2024 സെപ്റ്റംബറിൽ ഗോൾഡ് 80,000, സെൻസെക്സ് 90,000 ആയിരുന്നു. ഏതാ 2024 സെപ്റ്റംബർ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇക്വിറ്റീസ് വെയർ പെർഫോമിങ് ഹയർ ദാൻ ഗോൾഡ് എന്നായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ 24 വരെ. അത് കറക്റ്റുമായിരുന്നു ഒരു പരിധി വരെ എന്നുള്ള. പിന്നെ അതിനുശേഷം ഒരുപാട് കാരണത്താൽ, അതായത് സെൻട്രൽ ബാങ്ക് ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ETF ബൈയിങ് കൂടുന്നു, പല ലോകത്തുള്ള രാജ്യങ്ങൾ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നു US ഡോളേഴ്സിന് പകരം എന്നുള്ള പല കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് ഗോൾഡ് നന്നായിട്ട് കയറിയിട്ട് ഇപ്പോൾ ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.4 ആയി. സൈമുൾട്ടേനിയസ് ആയിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ട് എന്തായി, ഗോൾഡ് പെർഫോം ചെയ്തു, സെൻസെക്സ് അണ്ടർ പെർഫോം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സമയത്തും ഇത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഇപ്പോൾ 1998 to 2000 ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ സെൻസെക്സ് ഔട്ട് പെർഫോംഡ് ഫോർ 2 years. സെൻസെക്സ് ഔട്ട് പെർഫോം ചെയ്തു. ദാറ്റ് വാസ് ഫോളോഡ് ബൈ സെല്ലിംഗ് ഇൻ ഇക്വിറ്റീസ്. അപ്പോൾ ഇക്വിറ്റീസ് സെല്ല് ചെയ്തു. 2002 to 2003 ഗോൾഡ് ബീറ്റ് സെൻസെക്സ്. ഇങ്ങനെ പല രീതിയിലായിട്ട്, അത് 2003 മുതൽ 2070 വരെ ഇക്വിറ്റി ഔട്ട് പെർഫോം ചെയ്തു. 2008 മുതൽ 2009 വരെ ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്തു. അപ്പോൾ കുറേ കണക്കുകൾ, നല്ലൊരു ലാർജർ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഇവർ ഈ പറയുന്ന റേഷ്യോ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ലാസ്റ്റ് 4 കൊല്ലം 2021 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഏതാണ്ട് 147% ഇന്ത്യയിൽ അപ്പായിരുന്നു. ഇപ്പോൾ MCXൻ്റെ ഒക്കെ കണക്കനുസരിച്ച് 14.97% CAGR ആണ് ലാസ്റ്റ് 2 decadesൽ തന്നെ സംഭവിച്ചത്. ഇപ്പം നമ്മൾ ഈ കൊല്ലം നോക്കുകയാണെങ്കിൽ മാത്രം ഗോൾഡ് 45 to 46% കയറി. അപ്പോൾ 2021 മുതൽ 147% ഗോൾഡ് കയറിയപ്പോൾ സെൻസെക്സ് ആകെപ്പാടെ 37% കയറിയിട്ടുള്ളൂ എന്നുള്ള. അപ്പോൾ ആ പീരീഡ് എന്ന് പറയുന്നത് ഈ റേഷ്യോ 0.77%, 2021 0.77% നിന്ന് 1.37% ആയി. അതായത് 80% ഗോൾഡ് റൈസ് ചെയ്തത് കാരണമാണ് എന്നുള്ള. ഇതിൻ്റെ 30-year മീഡിയൻ നോക്കുകയാണെങ്കിൽ 1.04 ആണ്. അതായത് രണ്ടും കൂടെ 1ൽ വന്ന് നിൽക്കണമെന്നാണ്. ഈ 1.4 എന്ന് പറയുന്ന ഫിഗർ അനുസരിച്ച് ഗോൾഡ് നന്നായിട്ട് കയറിയിരിക്കുന്നു. ഇനി ഇക്വിറ്റീസ് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഈ കണക്ക് പറയുന്നത്. ബട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ള. ഗോൾഡ് ടു സെൻസെക്സ് റേഷ്യോ സേസ് ദാറ്റ് ഗോൾഡ് ഹാസ് റൺ അപ്പ് എ ലോട്ട് ആൻഡ് ഇക്വിറ്റീസ് ഹാവ് അണ്ടർ പെർഫോം.
ഇനി ഇവിടുന്ന് ഇക്വിറ്റീസ് കയറണം അല്ലെങ്കിൽ ഗോൾഡ് താഴേക്ക് വരണം. ഇത് നടക്കുമോ നടക്കൂലെന്ന് അറിയില്ല. കാര്യം ഗോൾഡിനെ സംബന്ധിച്ച് ഒരുപാട് ടെയിൽ വിൻഡ് ഉണ്ട്. അതായത് സെൻട്രൽ ബാങ്ക് ബൈയിങ് ഉണ്ട്, ടാരിഫിൻ്റെ അൺസർട്ടനിറ്റി. അതുകൊണ്ട് നമുക്കറിയില്ല എങ്ങനെ വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാലോ, ഇന്ത്യയിൽ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO വരികയാണ്. അതായത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇന്ത്യയുടെ ഇന്ത്യയുടെ ലാർജസ്റ്റ് NBFC IPO എന്നാണ് എൻ്റെ വിശ്വാസം. ലാർജസ്റ്റ് NBFCയുടെ IPO, 4ാമത്തെ ലാർജസ്റ്റ് IPO ആണ് ടാറ്റ ക്യാപിറ്റൽ വരുന്നതെന്നുള്ളത്. അതായത് ഇത് വരുന്നതോടുകൂടി ടാറ്റ ക്യാപിറ്റലിൻ്റെ വാല്യൂഷൻ എത്രയെന്നറിയോ? 1.38 ട്രില്യൺ, അതായത് 1,38,000 കോടിയാണെന്നുള്ളത്. അതായത് ബജാജ് ഫിനാൻസിന് എനിക്ക് തോന്നുന്നു 6.12 ട്രില്യണാണ്, ബജാജ് ഫിൻസർവിന് 3.2 ട്രില്യണാണ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് 1.87 ട്രില്യൺ ആണ്, IRFC 1.59 ട്രില്യൺ ആണ്. അപ്പോൾ ഇതിനുശേഷം എനിക്ക് തോന്നുന്നു ഫിഫ്ത്ത് ലാർജസ്റ്റ് NBFC ആയി മാറുന്നു. ഫിഫ്ത്ത് ലാർജസ്റ്റ് NBFC ആയിട്ടാണ് ഇത് മാറുന്നത്. പക്ഷെ സെക്കൻഡ് ലാർജസ്റ്റ് IPO. ഓക്കെ, അപ്പോൾ 1.38 ട്രില്യൻ്റെ വാല്യൂഷൻ. ഇതിന്റെ രസം എന്നറിയോ, ഈ ഗ്രേ മാർക്കറ്റിലൊക്കെ ഇത് IPOന് വരുന്നതിന് മുമ്പേ 1000 രൂപയ്ക്കൊക്കെയാണ് ഈ ഷെയർ ട്രേഡ് ചെയ്തത്. 55% പ്രീമിയത്തിലൊക്കെയായിരുന്നു ഗ്രേ മാർക്കറ്റിൽ. ഇപ്പൊ എത്രയാണ് എന്ന് എനിക്ക് തോന്നുന്നു അവർ വെച്ചിരിക്കുന്നത് 310 to 326 റുപ്പീസ്. അതായത് 600-650 രൂപയുടെ നഷ്ടമാണ് ഈ IPOയിൽ വരുന്നത്. ഈ ഗ്രേ മാർക്കറ്റ് ഒട്ടും കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഗ്രേ മാർക്കറ്റിലേക്ക് അധികം പോയി കളിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ IPOന്റെ സൈസ് ഞാൻ നോക്കിയായിരുന്നു. 2024 ഹ്യുണ്ടായി വന്നത് 27,869 കോടിയാണ് കളക്ട് ചെയ്തത്. LIC 2022 കളക്ട് ചെയ്ത് 20,557 കോടി. 2021 197 കമ്മ്യൂണിക്കേഷൻ പേടിഎം കളക്ട് ചെയ്ത് 18,300 crores. ഇപ്പോൾ നമ്മുടെ ഇവർ കളക്ട് ചെയ്യുന്നതോ നമ്മുടെ ടാറ്റ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് വലിയ എമൗണ്ട്. അതായത് ഹിസ്റ്റോറിക്കലി 2025 മാത്രം ഇപ്പോൾ ടാറ്റ ക്യാപിറ്റലും ഇനി വരാൻ പോകുന്ന നമ്മുടെ ഈ വി വർക്ക് ഉണ്ടല്ലോ, ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 ട്രില്യൺ ഫണ്ട് റേസിംഗ് IPOയിൽ മാത്രം ഇന്ത്യയിൽ. അപ്പോൾ അത് ഈ 2025 കൂടുതൽ പൈസയും ഈ പറയുന്ന പോലെ IPOയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മളൊരു എക്കണോമിക് ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഫേവറബിൾ ബേസ് എഫക്റ്റ് ആയിട്ട് പോലും IIP ഡേറ്റ മോഡറേറ്റഡ് ടു 4%. അതായത് ഓഗസ്റ്റിൽ 4% കുറഞ്ഞു എന്നുള്ള, ജൂലൈയിൽ 4.3 ആണെന്നുള്ള. മാനുഫാക്ചറിങ് സെക്ടർ ഒന്ന് ഡിം ആയത് കാരണമാണ് ഈ IIP ഒന്ന് താഴേക്ക് വന്നതെന്നുള്ള. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ഉണ്ടല്ലോ മൂഡീസ് അഫേംഡ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഇന്ത്യാസ് ക്രെഡിറ്റ് റേറ്റിംഗ് ടു BAA3. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിലെ ലാസ്റ്റ് ആണ്, റാങ്കിങ് ആണ് BAA3 എന്ന് പറയുന്നത്. ബട്ട് ബേസിക്കലി അവർ വീണ്ടും പറയുന്നത് ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി, സ്റ്റേബിൾ ഔട്ട്ലുക്ക് ആണ്. അതായത് BAA3 എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഔട്ട്ലുക്ക് ആണ്, കണ്ടിന്യൂസ് ടു ബി ദ ഫാസ്റ്റസ്റ്റ് എക്കണോമി, ഒരു സൗണ്ട് എക്സ്റ്റേണൽ പൊസിഷൻ. അതായത് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ത്രെട്ട് ഫിനാൻഷ്യലി വരികയാണെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്കണോമി തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരു റിപ്പോർട്ട് ഞാൻ ബിസിനസ് സ്റ്റാൻഡേർഡിൽ വായിച്ചതെന്ന് വെച്ചാൽ ഈ FMCG കമ്പനീസിന്റെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട്സിലെ റവന്യൂസ് വേണ്ട രീതിയിൽ ഉണ്ടാവില്ല. അതായത് സബ്ഡ്യൂഡ് ആവും. കാര്യത്തിൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ GST2 വന്നത് കാരണം. അപ്പോൾ ആ പ്രൈസ് റിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ പല പഴയ സ്റ്റോക്കുകളൊക്കെ ഒന്ന് ഡീസ്റ്റോക്കിംഗ് ചെയ്യണ പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരുടെ വാല്യൂ ചെയിനിൽ ഇത്തിരി പ്രഷറൈസ്ഡ് ആയത് കാരണം FMCG കമ്പനീസിന്റെ റവന്യൂസിന് ചെറിയ ഹിറ്റ് പറ്റുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്. അതായത് ഈ ക്വിക്ക് കോമേഴ്സും ഈ ഷാഡോ വെയർ ഹൗസസ് ഒക്കെ വന്നില്ലേ, ഈ ക്വിക്ക് കോമേഴ്സ്, അത് വന്ന കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സെയിൽസ് പൊതുവേ ഒന്ന് ഇടിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നിന്ന് ജനങ്ങൾ ടേക്ക് അവേ ആയിട്ട് നോക്കേണ്ട കാര്യം ഈ ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO എന്നുള്ളതല്ല അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഗ്രേ മാർക്കറ്റിൽ 1000 രൂപയ്ക്ക് പോയ സാധനം ഇപ്പോൾ 300 റുപ്പീസ്, 310, 326 ഇടയിലായിരിക്കണം ഈ IPO വരണത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രേ മാർക്കറ്റിൽ കയറി ആദ്യമേ മേടിച്ചിട്ട് ഈ പറയുന്ന പോലെ IPO ലിസ്റ്റിംഗ് ഗെയിൻസിന് വരുന്നവർ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗോൾഡ് കമ്പനീസിനെ കുറിച്ച് ഗോൾഡിൻ്റെ ആ ഒരു എക്കണോമിയെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ പറഞ്ഞു, മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു, നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസം സ്റ്റാൻഡിൽ നിന്ന് ഓപ്റ്റിമിസം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ കണക്കാക്കും എന്ന് പറഞ്ഞ് മാർക്കറ്റ് നന്നായിട്ട് കയറും എന്നല്ല, ബട്ട് ഷോർട്ട് അടിക്കുന്ന കാര്യത്തിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക. മിഡ് ക്യാപ് IT കമ്പനീസ് ഒന്ന് വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു വയ്ക്കുന്നില്ല. സർ ഏതായാലും നമുക്ക് നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ജാസ്മിൻ, അതിനു മുമ്പേ ഇന്നിപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക്സ് കമ്പനീസ് അവരുടെ ഷിപ്മെൻറ്റിൽ ചെറിയൊരു പ്രൈസ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ഷിപ്മെൻറ്റ്സ് ഒന്ന് കൂട്ടി, അവർ കുറച്ചുകൂടി ഒന്ന് കോസ്റ്റ്ലി ആക്കി. അപ്പോൾ അത് കാരണം
കുറച്ചൊക്കെ ലോജിസ്റ്റിക് സെക്ടറിൽ ചെറിയൊരു പ്രൈസിങ് വന്നിട്ടുണ്ട്, ഒരു എന്താ പറയുക ചെറിയൊരു മൂവ്മെന്റ് സ്റ്റോക്സിൽ വന്നിട്ടുണ്ട്. ബ്ലൂ ഡാർട്ട് ഒരു സമയത്ത് 10% അപ്പായിരുന്നു എന്നുള്ള. പക്ഷേ ബ്ലൂ ഡാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡിസ്ക്ലോഷർ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി, അതായത് എൻ്റെ മകൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയറാണ് ബ്ലൂ ഡാർട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 18 വയസ്സ് തികഞ്ഞു. ഇപ്പോൾ 18 വയസ്സാണ്, ജൂണിലാണ് 18 ആയത്. 18 ആയതിനു ശേഷം ഒരു 3-4 സ്റ്റോക്ക് അദ്ദേഹം മേടിച്ചതിൻ്റെ ഒരു സ്റ്റോക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയത് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഡാർട്ടാണ്. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് അതിനകത്തൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്ലൂ ഡാർട്ട് പറയുമ്പോൾ ഞാനൊരു ഡിസ്ക്ലോഷറും ഒരു ഡിസ്ക്ലെയിമറും പറഞ്ഞു എന്ന് മാത്രം. ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷൻ ആയിട്ടോ കരുതരുത്. ഇത് ജസ്റ്റ് എൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു. ഷെയർ ഏതാണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ 6% അപ്പായിരുന്നു, ഒരിടയ്ക്ക് 10% അപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ ലെജൻഡറി ഇൻവെസ്റ്റർ വാറൻ ബൊഫെ അല്ലേ. ഈ വാറൻ ബൊഫയുടെ കമ്പനിയാണ് ബെർക്ക്ഷയർ ഹാത്തവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെർക്ക്ഷയർ ഹാത്തവേ പണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു വാറൻ ബൊഫെ മേടിക്കുന്നതിന് മുമ്പേ ന്യൂ ഇംഗ്ലണ്ട് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു. ഒരു ടെക്സ്റ്റൈൽ കമ്പനി ആയിരുന്നു ബെർക്ക്ഷയർ ഹാത്തവേ എന്നുള്ളതാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റൈൽ ബിസിനസ്സൊക്കെ സ്ട്രഗിൾ ചെയ്ത് കമ്പനി അത്ര ഒരു നല്ല ഷേപ്പിലൊന്നുമല്ല. അപ്പോഴാണ് നമ്മുടെ വാറൻ ബൊഫെ, അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനകത്തൊരു വാല്യുവേഷൻ മിസ്മാച്ച് കണ്ടു. ബെർക്ക്ഷയർ എന്ന് പറയുന്ന കമ്പനി, അല്ലെങ്കിൽ ബെർക്ക്ഷയർ ഹാത്തവേ എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു വാല്യുവേഷൻ മിസ്മാച്ച് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നോക്കുന്നത് വെച്ചാൽ ആ കമ്പനി ട്രേഡ് ചെയ്തിരുന്നത്, ബെർക്ക്ഷയർ ട്രേഡ് ചെയ്തിരുന്ന വാല്യുവേഷൻ അതിൻ്റെ ബുക്ക് വാല്യൂവിനെക്കാട്ടിലും താഴെയാണ്. ഈ ബുക്ക് വാല്യൂവിനെക്കാളും താഴെയാണെന്ന് പറഞ്ഞാൽ ആ കമ്പനിക്കകത്തുള്ള അസറ്റ്സ്, അതായത് അതിൻ്റെ മെഷീനറി, അതിൻ്റെ മില്ല്, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുന്നതാണ് അതിൻ്റെ ഒരു ബുക്ക് വാല്യൂ എന്ന് പറയും. ആ ബുക്ക് വാല്യൂവിനെക്കാളും താഴത്തെ ലെവലിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു വാല്യുവേഷൻ മിസ്മാച്ച് അല്ലെങ്കിൽ ഗ്യാപ്പ് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഒന്ന് സ്റ്റോക്ക് പ്രൈസ് അന്ന് $7 to $8 പെർ ഷെയർ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ ഇതെന്ന്. എന്നാൽ ബുക്ക് വാല്യൂ പെർ ഷെയർ 19 ആയിരുന്നു. അതായത് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് $7 to $8 വരെ, എന്നാൽ ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ ഏതാണ്ട് $19 ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു പ്യുവർ ടേംസിൽ അതൊരു ബൈ ആയിട്ടാണ് കാണിക്കപ്പെടുന്നത്. ബട്ട് ഞാനിവിടെ ഒരു ഡിസ്ക്ലെയിമർ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതേ കോപ്പി ബുക്ക് ഇന്ത്യൻ കണ്ടക്സ്റ്റിലേക്ക് പോകരുത്. അതായത് ബുക്ക് വാല്യൂ കൂടിയ കമ്പനികൾ സാധാരണ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞുള്ള ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പോകരുത്. ഈ ബുക്ക് വാല്യൂവിനെ പല ആസ്പെക്റ്റിൽ കാണണം, അത് പല ഫിഗേഴ്സും പാരാമീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എടുക്കാവൂ എന്നുള്ള. ഞാനൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് ബെർക്ക്ഷയർ ഹാത്തവേൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ $19, പിന്നെ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 8 അല്ലാതെ $7 to $8 പെർ ഷെയർ ആയിരുന്നത് കാരണം ഒരു മിസ്മാച്ച് വാറൻ ബഫെ കണ്ടു എന്നുള്ളത് ഒരു ഹിസ്റ്ററി ആയിരുന്നു. അത് അന്നത്തെ കാലഘട്ടം എന്നുള്ള. അപ്പോൾ ബഫയുടെ തിങ്കിങ് എന്തായിരുന്നു അറിയോ? വാറൻ ബഫയുടെ ഈ കമ്പനി അതിൻ്റെ അസറ്റ്സ് സെല്ല് ചെയ്ത് ആ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് അതിനുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻ്റായിട്ട് ഈ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശിന് ഒരു അപ്രിസിയേഷൻ ഉണ്ടാവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്യുവർ സിംപ്ലസ്റ്റ് ഫോമുല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റാഷണൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആർഗ്യുമെൻ്റ് എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാറൻ ബഫയ്ക്ക് ഈ കമ്പനി റൺ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. ഇതൊരു ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് മാത്രമേ അദ്ദേഹം കൺസിഡർ ചെയ്ത് അങ്ങോട്ടേക്ക് പോയുള്ളൂ എന്നുള്ള. എന്നാൽ ബെർക്ക്ഷയർ ഹാത്തവേയുടെ CEO വാറൻ ബഫെ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഷെയർ താങ്കളുടെ കയ്യിൽ നിന്ന് ബൈബാക്ക് ചെയ്യാം, ഏതാണ്ട് $11.5 ഞങ്ങളിത് ബൈബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു പരിധിവരെ വാറൻ ബഫെ ഇത് ടെൻഡർ ചെയ്യാനും തയ്യാറായിരുന്നു എന്നുള്ള. ഈ $11.5 പറഞ്ഞ CEO ലാസ്റ്റ് ഈ ടെൻഡർ ഓഫർ എഴുതി കൊടുക്കുമ്പോൾ അതിനകത്ത് $11.375 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 0.10 ആണെങ്കിലും 0.20 ആണെങ്കിലും അത് നല്ലൊരു വാല്യുവേഷൻ ഗ്യാപ്പ് വരും. ഇപ്പോൾ വാറൻ ബഫയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഒരു ചീറ്റ് ചെയ്ത പോലെ വാറൻ ബഫയ്ക്ക് തോന്നി എന്നുള്ള. അതിൻ്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു വാറൻ ബഫെ കൂടുതൽ ഷെയർ ബൈ ചെയ്ത് എനിക്ക് 1965 ആയപ്പോഴത്തേക്കും ബഫെ ഹാഡ് ഇനഫ് ഷെയർസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ കമ്പനി. അത്രയ്ക്ക് മാത്രം ഷെയർ അദ്ദേഹത്തിൻ്റെ കൈ കിട്ടി. അദ്ദേഹം ചെയ്ത ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ആ CEOനെ എടുത്ത് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു ആ വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേയുടെ ഒരു ഓണർഷിപ്പിലേക്ക് പോകുന്നതിൻ്റെ ഒരു കഥയുടെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ബിസിനസ് വേണ്ട രീതിയിലൊന്നും ഈ പറയുന്ന പോലെ നന്നായിട്ട് ബെർക്ക്ഷയറിൽ പെർഫോം ചെയ്തില്ല. അപ്പോൾ വാറൻ ബഫെ പിൻകാലഘട്ടങ്ങളിൽ അദ്ദേഹം പറയായിരുന്നു ഇതൊരു ടെറിബിൾ ബിസിനസ് മിസ്റ്റേക്ക് ആയിരുന്നു, ബെർക്ക്ഷയർ ഹാത്തവേയുടെ ടെക്സ്റ്റൈൽ ബിസിനസ് കണ്ട് ഞാൻ പോയത് എന്നുള്ള അദ്ദേഹം പല സ്ഥലത്തും പറഞ്ഞിരുന്നു എന്നുള്ള. അപ്പോൾ വാറൻ ബഫെ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും ഷെയർ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ വന്നപ്പോൾ അദ്ദേഹം പണ്ട് ഈ കമ്പനി നേരിട്ട് നടത്തണമെന്നൊന്നും ആഗ്രഹിച്ചില്ല, ഇപ്പം നടത്തിയേ പറ്റുള്ളൂ എന്നുള്ളതായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കമ്പനി ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് തിരിച്ച് ടെക്സ്റ്റൈൽ ബിസിനസ്സിലിട്ടിട്ട്
ടെക്സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാൻ അദ്ദേഹം നോക്കിയില്ല. പകരം ഈ കമ്പനി ഉപയോഗിച്ച് വേറെ പല ബെറ്റർ ബിസിനസ്സുകളിലെ ഷെയർ മേടിക്കാനാണ് നോക്കി, ഇൻവെസ്റ്റ് ചെയ്യാനാണ് അദ്ദേഹം നോക്കിയെന്നുള്ളത്. അതായത് ഇൻഷുറൻസ് മേഖലകളിൽ, ബാങ്കിങ് മേഖലകളിൽ, കൺസ്യൂമർ കമ്പനീസ്, യൂട്ടിലിറ്റീസ്, കൺസ്യൂമർ സ്റ്റേപ്പിൾസ് കമ്പനി, യൂട്ടിലിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹം മാറി. ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്നുള്ള. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെക്കേഡ്സ് കൊണ്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്നൊക്കെ മാറി ബെർക്ക്ഷയർ ഹാത്തവേ ഹാസ് ബിക്കം or major shareholder in most of the business. ഇപ്പോൾ സീ കാൻഡീസ്, ആപ്പിൾ, കൊക്കക്കോള, ബെർലിംഗ്ടൺ റെയിൽ റോഡ്, ഡെയറി ക്വീൻ, അങ്ങനെയുള്ള പല കമ്പനികളിലും ഷെയർ ഹോൾഡർ, വൺ ഓഫ് ദ മേജർ ഷെയർ ഹോൾഡറായി അദ്ദേഹം മാറി എന്നുള്ള. അപ്പം ഈ ബഫയുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ബഫയുടെ ഷെയർസിൽ വാറൻ ബഫയുടെ വെൽത്ത് കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിലാണ്. ബെർക്ക്ഷയർ ഹാത്തവേ ഇയാൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഷെയർ പ്രൈസിൻ്റെ ഗ്രോത്ത് ആണ് ഇയാളുടെ അസറ്റ് അല്ലെങ്കിൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏതാണ്ട് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെർക്ക്ഷയർ ഹാത്തവയുടെ 15 തൊട്ട് 16% വരെ വാറൻ ബഫെ ഹോൾഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് 2 രീതിയിലാണ് വാറൻ ബഫെ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് ബെർക്ക്ഷയർ ഹാത്തവേ. അതായത് എനിക്ക് തോന്നുന്നു 2,18,000 ക്ലാസ് എ ഷെയർസും ഏതാണ്ട് മില്യൺസ് ഓഫ് ക്ലാസ് ബി ഷെയർസുമാണ്. ഈ ക്ലാസ് എ, ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എ ഷെയർസ് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ നേരത്ത് ആദ്യം ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഷെയറിനെയാണ് നമ്മൾ ക്ലാസ് എ ഷെയർസ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലാസ് എ ഷെയറിൻ്റെ ഇന്നത്തെ വില എത്രയെന്ന് അറിയാം? എനിക്ക് തോന്നുന്നു $7,49,700 ആണ് ഒരു ക്ലാസ് എ ഷെയറിൻ്റെ വില എന്ന് പറയുന്നത്. ഇതാണ് ഒറിജിനൽ ഷെയർ വാറൻ ബഫെ ടേക്ക് ഓവർ ചെയ്യാൻ നേരത്ത് കിട്ടിയെന്ന് പറയാം. ഈ ക്ലാസ് എ ഷെയറിനെ ക്ലാസ് ബി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു റേഷ്യോ 1:1,500, അതായത് ഒരു ക്ലാസ് എ ഷെയറിന് 1,500 ബി ഷെയർസ് എന്നുള്ള രീതിയിലേക്കാണ്. എന്നാൽ ബി ക്ലാസ് ഷെയർസ്, ക്ലാസ് ബി ഷെയർസിനെ ക്ലാസ് എ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ ക്ലാസ് എ ഷെയർസ് വാറൻ ബഫയുടെ 2,18,000 ഉണ്ട്. ക്ലാസ് ബി ഷെയർസ് ഏതാണ്ട് മില്യൺ ഷെയർസ് ഉണ്ട്. ക്ലാസ് എക്ക് വോട്ടിംഗ് ഉണ്ട്, അതായത് ഒരു ഷെയറിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ക്ലാസ് ബി ഷെയർസിനാണെങ്കിലോ 10,000-ൽ ഒരു വോട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് ബി ഷെയർസിനുള്ളതെന്നുള്ള. ക്ലാസ് ബി ഷെയർസിൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു $500 വരെയായിരിക്കും. $500 പെർ ഷെയർ ആണ്. മറ്റേതാണ് ഈ 7.5 ലക്ഷത്തിൻ്റെ ഇതിലാണ് അത് ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഈ ബെർക്ക്ഷയർ ഹാത്തവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് വലിയതായിട്ട് റെയർലി അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുള്ളൂ. ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന പൈസ അവർ ഉപയോഗിച്ച് വീണ്ടും കമ്പനിയിലേക്ക് ഇട്ടിട്ട് ആ കമ്പനി വേറെ പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്കാണ് അവർ പോകുന്നത്. അവർ ഡിവിഡൻഡ് നിങ്ങൾക്ക് വെറുതെ കൊടുത്ത് കമ്പനിയുടെ ക്യാഷ് ഡ്രെയിൻ ചെയ്യാനുള്ളതല്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വാറൻ ബഫെ നമുക്കറിയാലോ ഗ്ലോബലി തന്നെ വേൾഡിലെ തന്നെ ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സണിലേക്ക് ഒരാളാണ്. $150 ബില്യൻ്റെ നെറ്റ്വർത്ത് ഉണ്ട് എന്നുള്ളതാണ്. $150 ബില്യൺ നെറ്റ്വർത്ത് ഞാൻ $50 ബില്യൺ ഫിലന്ത്രോഫി അല്ലെങ്കിൽ ചാരിറ്റിക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഞാൻ ബെർക്ക്ഷയർ ഹാത്തവയുടെ കഥ പറഞ്ഞു എന്ന് വെച്ചാൽ മോട്ടിലാൽ ഓസ്വാൽ ഫിനാൻഷ്യൽ സർവീസസ്. മോട്ടിലാൽ ഓസ്വാൽ ഫിനാൻഷ്യൽ സർവീസ് അറിയാലോ, രാംദേവ് അഗർവാൾ എന്ന് പറയുന്ന ഫണ്ട് മാനേജറിൻ്റെ ക്രെഡിബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ് മോട്ടിലാൽ ഓസ്വാൽ. അത് മാത്രമല്ല മോട്ടിലാൽ ഓസ്വാൽ, അതായത് മോട്ടിലാൽ ഭായ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിൻ്റെ പ്രതീകമാണ് എന്നാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സർക്കിൾസിൽ നമ്മൾ പറയുന്നത്. ആ മോട്ടിലാൽ ഓസ്വാലിൻ്റെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നവീൻ അഗർവാൾ പറയുന്നത് വെച്ചാൽ അവരുടെ കമ്പനി ബെർക്ക്ഷയർ ഹാത്തവേ പോലെ ഞങ്ങൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. അതായത് 2 എൻജിൻസ് ഓഫ് ബിസിനസ്സാണ്. ഒരു എൻജിൻസ് ഓഫ് ബിസിനസ് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ബിസിനസ് പറഞ്ഞാൽ 7 ബിസിനസ് അതിനകത്തുണ്ട്. വെൽത്ത് മാനേജ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, അസറ്റ് മാനേജ്മെൻറ്റ്, ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് വെൽത്ത്, ഹോം ഫിനാൻസ്. ഇതാണ് അവരുടെ ഓപ്പറേറ്റിംഗ് ബിസിനസ്. ഇപ്പുറത്തെ സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ ബേസിക്കലി 80% ഓഫ് അവരുടെ എന്താ പറയുക ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പ്ലവ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഈ ബഫയുടെ കമ്പനി പോലെ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് സ്വന്തം കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യും, ഓപ്പർച്യൂണിറ്റി വന്നാൽ എക്സ്റ്റേണൽ കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് അവർ പ്രൈവറ്റ് ക്രെഡിറ്റ് സ്പേസിലേക്ക് 300 കോടി ഫണ്ടായിട്ട് എൻ്റർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഓരോ ബിസിനസ്സും ഏതാണ്ട് ലാസ്റ്റ് ഡെക്കേഡിൽ 30% ആയിട്ട് ഗ്രോ ചെയ്ത് പോയി എന്നുള്ള. ഇപ്പോൾ ഇവരുടെ പ്രത്യേകത വീണ്ടും നമ്മുടെ ബെർക്ക്ഷയർ ഹാത്തവേ പോലെ എക്സ്റ്റേണൽ ക്യാപിറ്റൽ റേസ് ചെയ്തൊന്നുമില്ല. അതായത് പാരന്റ് കമ്പനി ആയാലും സബ്സിഡറീസ് ആയാലും അവരധികം എക്സ്റ്റേണൽ ക്യാപിറ്റൽ വേണ്ട, ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്ത് ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് പോയത്. അപ്പോൾ 3 ബൈബാക്കും കൂടെ ചെയ്തു. അതായത് ഇൻഫാക്ട് നമ്പർ ഓഫ് ഷെയർസ് റെഡ്യൂസ്ഡ് ആക്കി, ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്തില്ല, പകരം ഇക്വിറ്റി കംപ്രസ് ചെയ്തു 3 ബൈബാക്കിലൂടെ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് ആവറേജ് ഓഫ് 20% പ്രോഫിറ്റിൻ്റെ 20% അവർ ഡിവിഡൻ്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ്
വാറൻ ബഫയുടെ കമ്പനി ആയിട്ടുള്ള ഡിഫറൻസ് വന്ന് സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ അദ്ദേഹം നവീൻ അഗർവാൾ പറയുന്നത് വെച്ചാൽ കാലക്രമേണ ഈ ട്രാൻസാക്ഷൻ ബിസിനസ്, അതായത് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്താൽ ട്രാൻസാക്ഷൻ കിട്ടുന്നു, ഇപ്പോൾ ബ്രോക്കിംഗ് ഒരു ട്രാൻസാക്ഷൻ ബിസിനസ്സാണ്, അതൊക്കെ ബാലൻസ് ഷീറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ ലെസ് ചെയ്തിട്ട് ഈ അന്യൂറ്റി ബിസിനസിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടുതലാവും. അത് ഇങ്ങനെ ഞങ്ങൾ ബെർക്ക്ഷയർ ഹാത്തവേയുടെ മോഡലിലേക്ക് മാറും. ഈ ബെർക്ക്ഷയർ ഈസ് ബിഗർ ദാൻ ബാങ്ക് ഓഫ് അമേരിക്ക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബെർക്ക്ഷയർ ഹാത്തവേയുടെ ഫാനാണ്, ആ ലെവലിലേക്ക് ആക്കും എന്നാണ്. FY25 റവന്യൂസ് നോക്കുകയാണെങ്കിൽ 8,417 crores റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് 2,494 crores ഈ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഈ ഫിനാൻഷ്യലൈസേഷൻ ഓഫ് സേവിങ്സ്. നമുക്കറിയാലോ ഇപ്പോൾ 12 ലക്ഷത്തിന് താഴെ ഇൻകം ടാക്സിൻ്റെ കട്ട് വന്നു. എല്ലാവരും കൺസംഷനിലേക്ക് പോകണമെന്നില്ല, അവരിതിനെ സേവ് ചെയ്യാം. ആ സേവ് ചെയ്യുന്ന ആ പൈസ ബാങ്കുകളിൽ തന്നെ പോകണമെന്നില്ല, അതിൻ്റെ ഒരു നല്ല ഭാഗം ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഹൈ റിട്ടേൺ പ്രോഡക്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ കൂടുതലും നമ്മൾ എന്താ പറയുക, ഫിനാൻഷ്യലൈസേഷൻ ഓഫ് സേവിങ്സ്, അതായത് ഇക്വിറ്റി പ്രോഡക്ട്സ് ഓർ ഇക്വിറ്റി റിലേറ്റഡ് പ്രോഡക്ട്സിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് $100 trillion ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള, USD 100 trillion ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാസീവ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള. അപ്പോൾ അവിടേക്കാണ് 55,217 കോടി മാത്രമുള്ള, അതായത് $100 trillion ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെക്ടറിൽ 55,000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനി ബെർക്ക്ഷയർ ഹാത്തവേ മോഡലിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഫോക്കസ് ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കമെൻഡേഷനോ ഒരു സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല, ഒരു അക്കാഡമിക് പർപ്പസിന് മാത്രം. ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് ഈ നവീൻ അഗർവാളിൻ്റെ ഒരു പ്രസ് റിലീസ് വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ടോപ്പിക് എടുത്തു വെച്ചിട്ട് ബെർക്ക്ഷയർ ഹാത്തവേയുടെ സ്റ്റോറിയായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അക്കാഡമിക് പർപ്പസിന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ ശിക്ഷണത്തിലും അഡ്വൈസിലും മാത്രം മുന്നോട്ട് പോവുക. ഓവർ ടു യു ജാസ്മിൻ. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവരുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.